ധർമ്മസ്ഥല എന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ സംഭവിച്ചതായി ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര. അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. താൻ അവിടെ ശുചീകരണ തൊഴിലാളിയായിരുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. താനത് പലരുടെയും ഡെഡ് ബോഡി പലരുടെയും സമ്മർദ്ദപ്രകാരം മണ്ണിട്ട് മൂടിയിട്ടുണ്ടെന്നും കുഴിച്ചു താഴ്ത്തിയിട്ടുണ്ടെന്നും അതെല്ലാം കാണിച്ചു തരാമെന്നും ഒക്കെ വളരെ ആർജവത്തോടെ വിളിച്ചു പറയുകയാണ്. എന്നാൽ ഈ കേസ് പല സമയങ്ങളിലായി പല ദിവസങ്ങളിലായി നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കോണുകളിൽ നിന്നും മാത്രം ഇത് ധർമ്മസ്ഥല എന്ന തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഒരു ജൈന പാരമ്പര്യമുള്ള ഒരു രാജവംശത്തിലെ രാജകുടുംബം അവർ ഒരു ഹിന്ദു ക്ഷേത്രം നടത്തുന്നു എന്നത് തന്നെ ഈ ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രത്യേകതയുള്ള വ്യത്യസ്തതകളിൽ ഒന്നാണ്. 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരമശിവനാണ്. ശൈവ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധ്വ ബ്രാഹ്മണരാണ്. എന്നാൽ ക്ഷേത്രം നടത്തിക്കുന്നത് മറ്റൊരു മതക്കാരാണ്, ജൈന മതസ്ഥരാണ്. ഒരു ബന്ധു കുടുംബമാണ്. അത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഭക്ഷണശാലയിൽ 50,000 പേർക്ക് വരെ ഭക്ഷണം നൽകാൻ സാധിക്കുന്നുണ്ട്. ഉത്സവകാലത്ത് 1,00,000-ലേറെ പേർക്ക് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രകൃതി സൗഹാർദ്ദപരമായ അടുക്കളയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ കാര്യങ്ങൾ ധർമ്മസ്ഥലയിലുണ്ട്. അതൊക്കെ പലരും ചാനലുകളിലൂടെ പറഞ്ഞതാണ്, യൂട്യൂബ് ചാനലുകളിലൂടെ പറയുന്നതാണ്. അതുകൊണ്ട് ധർമ്മസ്ഥലയെ നമ്മൾ കൂടുതലായിട്ട് ഇനി പരാമർശിക്കുന്നില്ല. ഇവിടുത്തെ വിഷയം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചിലർ ഈ ശുചീകരണ തൊഴിലാളിയുടെ കാര്യത്തിലും ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ സംശയം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കാൻ പോയാൽ സംശയമുണ്ടാക്കുന്ന അനവധി കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഒന്നാമത്തെ കാര്യം, ഒരു ക്ഷേത്രത്തിൽ, അതും ധർമ്മസ്ഥല പോലെ ഇത്ര മഹത്തായ പാരമ്പര്യമുള്ള ഒരു പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ എത്രയോ കാലം അവിടെ ജോലി നോക്കുന്ന ശുചീകരണ തൊഴിലാളികൾ ഉണ്ട്. അവരിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പിരിഞ്ഞു പോയവരുണ്ട്, വയസ്സായി മരിച്ചവരുണ്ട്. അങ്ങനെ ശുചീകരണ തൊഴിലാളികളുടെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ ആയിരക്കണക്കിന് ശുചീകരണ തൊഴിലാളികൾ ഈ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശുചീകരണ തൊഴിലാളി മാത്രം മുന്നോട്ട് വരുന്നു ഇത് പറയാൻ. ബാക്കിയുള്ള എത്രയോ പേർ ഈ ജോലി വിട്ടുപോയവരുണ്ട്, പ്രായമായതുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് പോയവരുണ്ട്, അല്ലേ? അപ്പോൾ സ്വമേധയാ റിട്ടയർ വാങ്ങിപ്പോയവരൊക്കെ ഉണ്ടാവും. ഇവരിൽ ആരും തന്നെ ഇത്രയും കാലം ഈ വലിയ കുറ്റകൃത്യത്തെക്കുറിച്ച് തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടായ ഈ കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്വാഭാവികമായും അയാൾക്കൊരു കുറ്റബോധം ഉണ്ടാകും. അയാൾക്ക് തുറന്നു പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അതെല്ലാം ഇവിടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതിൽ ഈ ഒരു വ്യക്തി മാത്രം എങ്ങനെയാണ് ഇതെല്ലാം കണ്ടത്? മറ്റൊരു വിഷയം, ഈ വ്യക്തി തുറന്നു പറയുമ്പോഴെങ്കിലും സാധാരണ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി പീഡനാരോപണങ്ങൾ രംഗത്ത് വരുന്നു, ഒക്കെ സംഭവിക്കുന്നു. അതുവരെ ഒന്നും തുറന്നു പറയാത്ത പലരും രംഗത്ത് വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരമ്പര തന്നെ പിന്നെ ഉണ്ടാകുന്നു, പലതും വെളിച്ചത്ത് വരുന്നു, അല്ലേ? അതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇതൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ മറ്റുള്ള ആരും അതിന് മുതിരാത്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി അവർക്ക് ഭയമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ തന്നെ ഇപ്പോൾ ഇത്രയും വേഗം ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് കർണാടക സർക്കാർ തന്നെ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടു. എല്ലാ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണ്, ഞങ്ങളും ഇത് കണ്ടിട്ടുണ്ട്, ഞങ്ങളും ഇത് അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇതൊക്കെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേറെ ശുചീകരണ തൊഴിലാളികളും ആ ക്ഷേത്രത്തിലെ മറ്റു സ്റ്റാഫുകളും ഒക്കെ അവിടെ ജോലി ചെയ്ത് പിരിഞ്ഞു പോയവരൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവരാരും അത് വെളിപ്പെടുത്താൻ വരാത്തത് എന്താണ് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. അതൊരു വലിയ സംശയം തന്നെയാണ്. ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വന്നത്? എന്തുകൊണ്ട് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന കാലത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടൊരു നീക്കം നടത്താൻ സാധിച്ചില്ല? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു കുറ്റബോധം, ശരിയാണ്, കുറ്റബോധം വളരെ കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ. എങ്കിലും അതൊരു ഏകവചനത്തിൽ മാത്രം ആ കുറ്റബോധം എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് സ്വാഭാവികമായും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ മറ്റൊരു കാര്യം, ഈ ധർമ്മസ്ഥലയിൽ സംഭവിച്ചിട്ടുള്ള ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഒരു പരമ്പര തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ആ ഒരു ക്ഷേത്ര ടൗൺ പട്ടണം അവിടെ നോക്കിയാൽ ഏകദേശം 9,818 പേരാണ് അവിടുത്തെ സ്ഥലവാസികൾ. അതുപോലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നഗരഭാഗവും ഉജിറ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നഗരഭാഗം, മെട്രോ ഭാഗം നോക്കിയാൽ തന്നെ ഏകദേശം 2,46,494 പേരാണ് അവിടെ ജീവിക്കുന്നതായിട്ടുള്ള കണക്ക്.
അപ്പോൾ ഇത്രയും പേർക്ക് അവിടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും കുറച്ച് ജനങ്ങൾ ആ ക്ഷേത്ര നഗരിയിലും ആ ടൗണിലുമൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര ക്രൂരമായിട്ട് സംഘടിതമായി നടത്തിയ കൊലപാതകങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഒരു സ്ഥലത്തും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല? കുറച്ച് യൂട്യൂബേഴ്സും മറ്റുമൊക്കെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. ഈ രാജ്യത്ത് എവിടെ എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാം അറിയുന്നതാണല്ലോ. അങ്ങ് UP-യിൽ വരെയുള്ള സംഭവങ്ങൾ, എന്തെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മുൻപ് നടന്ന പല കാര്യങ്ങളും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ആ സംഭവിക്കുമ്പോൾ തന്നെ അത് പുറം ലോകം അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ധർമ്മസ്ഥലയിൽ അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥലയുടെ ക്ഷേത്രനഗരിയിൽ സംഭവിച്ചിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാരണം എന്താണ്? പ്രധാനപ്പെട്ട മറ്റൊരു സംശയം തോന്നുന്നത്, ഇപ്പോൾ ധർമ്മസ്ഥലയിൽ സംഭവിച്ച ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ശുചീകരണ തൊഴിലാളി തുറന്നു പറഞ്ഞു. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കേസുകളും മറ്റു ചില മിസ്സിംഗ് കേസുകളും കൊലപാതക കേസുകളും ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സൗജന്യയുടെ സംഭവം. അത് 2012 നടന്ന സൗജന്യ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനന്യ ഭട്ടിൻ്റെ കേസ്. അനന്യ ഭട്ടിനെ 2003 കൂട്ടുകാർക്കൊപ്പം ആ കുട്ടി MBBS മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 2003 കൂട്ടുകാർക്കൊപ്പം ആ കുട്ടി ധർമ്മസ്ഥലയിൽ പോയതും പിന്നീട് ധർമ്മസ്ഥലയിൽ വെച്ച് അനന്യയെ കാണാതായെന്ന് ആ കുട്ടിയുടെ കൂട്ടുകാരിയാണ് പിന്നെ അമ്മയെ വിളിച്ചൊക്കെ പറയുന്നത്. ഇത് 2003 സംഭവിച്ച കാര്യമാണ്. അതുപോലെ തന്നെ പിന്നീടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ പത്മലതയുടെ കേസാണ്. അവർ ധർമ്മസ്ഥലയിലെ ബെല്യാരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അത് പക്ഷേ സംഭവിച്ചത് ഈ അടുത്ത കാലത്തൊന്നും അല്ല, 1986 1986, ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമുക്ക് ആ കേസുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം ഇതിലൂടെ. ഈ കേസുകളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ആക്സിഡൻറ്റിൽ കൊന്നുവെന്നും വളരെ ചെറിയ വിലയ്ക്ക് ഭൂമി തട്ടിയെടുത്തെന്നും ബാക്കിയുള്ള ഭൂമിയൊക്കെ അവർ കൈവശമാക്കിയെന്നുമൊക്കെ പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം. അത് അനീഷ് ജോയ് എന്ന വ്യക്തിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തൻ്റെ പിതാവിനെ ഭൂമി തർക്കത്തെ തുടർന്ന് വാഹനാപകടത്തിൽ കൊല്ലുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വിരലിൽ എണ്ണാവുന്ന കേസുകളാണ് ഇപ്പോൾ ഇതിനകത്ത് പൊങ്ങി വന്നിരിക്കുന്നത്. ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങളെ നമ്മൾ നോക്കിയാൽ തന്നെ 100ഉം 200ഉം 400ഉം പിന്നെ ഈ സംഖ്യ കൂടുകയാണ്. 500, 1000, 20,000 പേരൊക്കെ എവിടെ നിന്നൊക്കെ മിസ്സിംഗ് ആയതായിട്ടൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ ഈ ആളുകൾക്കൊന്നും പരാതിയില്ലേ? ഇവരൊക്കെ ഈ ധർമ്മസ്ഥലയിൽ ഇത്രയും പേര് വന്ന് എൻ്റെ കുട്ടിയെ ധർമ്മസ്ഥല വെച്ച് കാണാതായി എന്ന് അനന്യ ഭട്ടിൻ്റെ അമ്മ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സൗജന്യയുടെ കുടുംബം പറയുന്നത് പോലെ, അതുപോലെ ഈ പത്മലതയുടെ കേസിൽ പറയുന്നത് പോലെ, എന്തുകൊണ്ടാണ് വളരെ വലിയ ഒരു കൂട്ടർ ഇതിന് ഇരയാക്കപ്പെട്ടവരുടെ ബന്ധുക്കളായിട്ടുള്ള വളരെ വലിയ ഒരു കൂട്ടർ എന്തുകൊണ്ട് ധർമ്മസ്ഥല വെച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ കാണാതായത് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീയെ കാണാതായത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ ധർമ്മസ്ഥലയുമായി കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ അവിടുത്തെ ആരാധനാലയത്തിൽ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പരാതി ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന കണക്കുകളുമായിട്ടൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം അടുത്ത ദിവസങ്ങളിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമായി. കാരണം വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കണം. ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുപോയി അവിടെയെല്ലാം പരിശോധിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അയാൾ അത്ര ആർജവത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ വന്ന് തുറന്നു പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടായെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. പക്ഷേ അത് തെളിയുന്നതുവരെ നമുക്കാരെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള അവകാശമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫ്യൂഡലിസം നിലനിന്നിരുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഏകദേശം ഇപ്പോഴും ഒരു പരോക്ഷമായെങ്കിലും ഈ ഫ്യൂഡലിസത്തിൻ്റെ ഒരു ചട്ടക്കൂടിലാണ് അവിടുത്തെ ഒരു രീതി. അവിടെ മറ്റാരുടെയും കാളുമൊക്കെ അവിടുത്തെ പ്രമാണിമാർ തന്നെയായ ഈ വീരേന്ദ്ര ഹെഗ്ഡെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ തന്നെയാണ് അവിടുത്തെ കിരീടം വയ്ക്കാത്ത ഇപ്പോഴത്തെ രാജാക്കന്മാർ. പിന്നെ അവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കും കൂടി കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർണാടക ഭരിച്ച കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളുമായി എല്ലാം തന്നെ ഇവർക്കൊക്കെ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് കൃത്യമായി അന്വേഷിക്കണം. കേവലം ഒരു വ്യക്തി മാത്രമായി ഇത് കണ്ട് ഈ ശുചീകരണ തൊഴിലാളി എന്ന ഈ ഒറ്റ വ്യക്തി മാത്രം എന്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നു? ഇയാൾ മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇത്രയും കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു, അന്വേഷണങ്ങളെല്ലാം വരുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചപ്പോഴും മറ്റുള്ളവർ രംഗത്ത് വരുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന പരോക്ഷമായെങ്കിലും ഇതിൽ പ്രതികരിക്കാൻ കൂട്ടാക്കുന്നില്ല? ഇന്നിപ്പോൾ യൂട്യൂബും വാട്സാപ്പും എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മുഖം കാണിക്കാതെയും പല കാര്യങ്ങളും പലർക്കും തുറന്നു പറയാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഇത് വരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ധർമ്മസ്ഥലയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ചിലർ നടത്തുന്നത് എന്ന വാദം മറുപക്ഷത്ത് ശക്തിയാകുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ശക്തിയാകാതിരിക്കണമെങ്കിൽ അവിടെ ഒരുപാട് ഇരകളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർണാടകയിലെ ഇത്രയും നാളത്തെ ആ ഒരു ഭരണകൂടം ഇതിനൊന്നും മുതിർന്നിട്ടില്ല. കാരണം അവിടുത്തെ പോലീസ് സംവിധാനങ്ങളൊക്കെ വളരെ മോശമാണ്. 2012 സൗജന്യയുടെ കേസ് നമുക്കെടുക്കാം.
അത് പറയാൻ കാരണമുണ്ട്. സൗജന്യ കേസൊക്കെ ഇവിടെ പലരും പറഞ്ഞ കാര്യമാണ്. 2012 ആ കുട്ടി കൊല്ലപ്പെടുന്നത്. അതാണ് ഈ ആദ്യമായിട്ട് ഈ ധർമ്മസ്ഥലയിൽ വളരെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ്. ധർമ്മസ്ഥലയിൽ പിന്നെ അതുപോലെ ഈ അന്ന് 17 വയസ്സാണ് ആ കുട്ടിക്കുണ്ടായിരുന്നത്. ഇന്നും ആ കേസ് പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുട്ടി കോളേജിൽ നിന്ന് മടങ്ങുമ്പോഴാണ് മിസ്സിംഗ് ആയത്. 2012 ഒക്ടോബർ 9 വൈകുന്നേരം 7 മണിയോടെ സൗജന്യയുടെ കുടുംബം മകൾ തിരിച്ചു വരാത്തതിൽ ആശങ്കാകുലരാകുകയും കുടുംബം സൗജന്യയെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അതുപോലെ ആ ഗ്രാമവാസികളും ഒത്തുകൂടി സൗജന്യയെ അന്വേഷിച്ച് ഇറങ്ങി. രാത്രി 7 മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് കുടുംബാംഗങ്ങൾ അയൽക്കാരുമായും ഗ്രാമവാസികളുമായി ചേർന്ന് അന്വേഷിച്ചത്. മഞ്ജുനാഥേശ്വര യോഗ ആൻഡ് നാച്ചുറൽ ആശുപത്രിക്ക് മുന്നിലെ കാട്ടിൽ നിന്നുമാണ് ഈ സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. വസ്ത്രങ്ങൾ കയറിയ നിലയിലായിരുന്നു, അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ബലാത്സംഗത്തിന് ഇരയായെന്ന് കണ്ടെത്തി. അതുപോലെ ആ കേസിൽ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാർ ഏതോ നിരപരാധിയെ പിടിച്ചുകൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചെന്നും എന്നൊക്കെയാണ് പറയുന്നത്. അത് ആ നിരപരാധിയെ പിടിച്ചുകൊണ്ട് വന്നവരാണ് ശരിക്കുള്ള ഇതിൻ്റെ ഉത്തരവാദിയെന്നും സൗജന്യയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഈ പിടിച്ചുകൊണ്ട് വന്ന വ്യക്തിക്ക് തെളിവുകളുടെ അഭാവത്തിൽ ആ വ്യക്തിയെ CBI കോടതി വിട്ടയച്ചു. ഒന്നും സംഭവിച്ചില്ല ആ കേസിൽ. അതുപോലെ ഈ അനന്യയുടെ അമ്മ സുജാത ഭട്ട്, അവർ CBIയിൽ സ്റ്റെനോഗ്രാഫറായിരുന്നു. ബംഗളൂരു പത്മനാഭനഗർ സ്വദേശിയുമാണ് ഈ സുജാത. അവരുടെ മകൾ മണിപ്പാൽ കോളേജിൽ ആദ്യ വർഷം MBBS വിദ്യാർത്ഥിയായിരിക്കെ കൂട്ടുകാർക്കൊപ്പം ധർമ്മസ്ഥലയിൽ പോയി. പിന്നീട് കാണാതായി. അനന്യയുടെ കൂട്ടുകാരി രശ്മിയാണ് സുജാതയുടെ, അതായത് അമ്മയായ സുജാതയുടെ ഓഫീസിലെ നമ്പറിൽ വിളിച്ച് അനന്യയെ കാണാതായതെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് 2 ദിവസമായെന്ന മറുപടിയാണ് കിട്ടിയത്. അപ്പം ധർമ്മസ്ഥലയിൽ എത്തിയിട്ട് ഈ അമ്മ കടകളിലും മറ്റും മകളുടെ ചിത്രം കാണിച്ച് മകളെ കണ്ടോ എന്ന് അന്വേഷിച്ചു. ക്ഷേത്ര അധികാരികളോടും സങ്കടം പറഞ്ഞു. മുതിർന്ന ഒരു സ്ത്രീക്കൊപ്പം അനന്യപ്പോലുള്ള ഒരു കുട്ടിയെ കണ്ടതായി ചിലർ പറഞ്ഞു. ഉടൻ ബെൽത്തങ്ങാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും ആരോടെങ്കിലും ഒളിച്ചോടിയതാണെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിക്കാനാകില്ല എന്ന് പറഞ്ഞ് അയച്ചു. തിരിച്ച് വീണ്ടും ധർമ്മസ്ഥലയിലെത്തി ക്ഷേത്രമുറ്റത്തിരുന്ന് കരഞ്ഞു. അതോടെ ചിലർ എത്തി മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നും മുറിവേറ്റ് ബോധരഹിതയായി ഉണർന്നപ്പോൾ ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിലായിരുന്നെന്നും അവിടെ കുറേ കാലം 3 മാസത്തോളം കിടന്നുവെന്നുമാണ് പറയുന്നത്. മകളുടെ ഒരു എല്ലിൻ കഷ്ണമെങ്കിലും ശേഷക്രിയകൾക്കായി കിട്ടണമെന്ന് അവർ പറയുന്നു. അതുപോലെ നേത്രാവതി പുഴക്കരയിലും കാട്ടിലുമൊക്കെ കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ മകളും ഉണ്ടാകും. അവൾ അങ്ങനെ മാഞ്ഞു പോയതല്ല എന്നെങ്കിലും എനിക്ക് ആശ്വസിക്കണമെന്നുമാണ് സുജാത വിതുമ്പുന്നത്. സ്വാഭാവികമായും ഒരു അമ്മയുടെ നൊമ്പരം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മകളെക്കുറിച്ച് ഒരു വിവരവും, ഒരു ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാം. എൻ്റെ മകൾ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി, അവളെ ആരൊക്കെയോ പിച്ച് ചീന്തിയതാണ്. പക്ഷേ ഒന്നും അറിയില്ല, മകളെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരു അമ്മ ഇത്രയും കാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാനാവുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതൊരു ക്രൈമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മുമ്പ് ധർമ്മസ്ഥല താമസിച്ചിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു വ്യക്തിയെ ഭൂമിക്ക് വേണ്ടി ആക്സിഡൻറ്റിൽ കൊന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ അനീഷ് ജോയിയാണ്. 2018 ഈ വാഹനാപകടത്തിൽ എൻ്റെ മറവിൽ പിതാവിനെ കൊന്നതെന്നാണ് പറയുന്നത്. അനീഷിൻ്റെ പിതാവ് ജോയി ബെൽത്തങ്ങാടി താലൂക്കിലെ സവാനലു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. 2018 ഏപ്രിൽ 5 മുഡ്ബിദ്രിയിലെ ബെലുവായ്ക്ക് സമീപം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അജ്ഞാത വാഹനം പിടിച്ച് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. ഈ മുഡ്ബിദ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ദൂരമുണ്ട്. ഒരു 60-70 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഇതുപോലെ കുറേ ജൈന വിഹാരങ്ങളും മറ്റുമൊക്കെ ഉള്ള ഒരു വലിയൊരു മഹാവീര പ്രതിഷ്ഠയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ മുടിബദ്രി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഒരു അന്വേഷണം നടത്തിയില്ലെന്നും വാഹനം തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നുമൊക്കെയാണ് പറയുന്നത്. സ്വത്ത് ബലമായി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നെന്നും അതുമായി ബന്ധപ്പെട്ട് പിതാവിന് ആവർത്തിച്ചുള്ള ഭീഷണി കോളുകൾ വന്നിരുന്നുവെന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവർക്ക് ധർമ്മസ്ഥലയിൽ 20 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സൗജന്യയുടെയും അനന്യ ഭട്ടിൻ്റെയും കുടുംബങ്ങൾ ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നതുപോലെ തന്നെ ഈ ആക്സിഡൻറ്റിൽ, അതായത് കൃത്രിമമായി സൃഷ്ടിച്ച ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ട ജോയിയുടെ മകൻ അനീഷ് ജോയിയും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുപോലെയുള്ള കേസാണല്ലോ നേരത്തെ പറഞ്ഞ പത്മലത. ആ പത്മലതയെ 86 മരിച്ചത്. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ, ബെല്യാരി ഗ്രാമത്തിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ഈ പത്മലത മരിച്ചത് 86 അതായത് ദുരൂഹ സാഹചര്യത്തിൽ ഈ കുട്ടിയെ കാണാതായി. 56 ദിവസങ്ങൾക്ക് ശേഷം നേത്രാവതി നദിയിൽ അവരുടെ മൃതദേഹങ്ങൾ കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആരെയും അറസ്റ്റ് ചെയ്തില്ല. അതുപോലെ ബലാത്സംഗം ചെയ്ത് തൻ്റെ സഹോദരിയെ കൊന്നതാണെന്നാണ് പത്മലതയുടെ സഹോദരി ചന്ദ്രാവതി ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഈ ധർമ്മസ്ഥലയിലെ കൂട്ട ശവസംസ്കാര കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തോട് ഈ ഫയൽ വീണ്ടും തുറക്കാൻ അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 കേസുകൾ, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചതുപോലെയുള്ള 3-4 കേസുകൾ ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഉള്ള കേസുകൾ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ 2013 സെപ്റ്റംബർ 10-നും 2020 സെപ്റ്റംബറിനും
ഇടയിൽ ഉജിറെ, ബെൽത്തങ്ങാടി എന്നിവയുടെയുള്ള ധർമ്മസ്ഥല മേഖലയിൽ ഉൾപ്പെടെയുള്ള ധർമ്മസ്ഥല മേഖലയിൽ കുറഞ്ഞത് 98 അസ്വാഭാവിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉജിറെ, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് വിഷാദരോഗം മൂലമുള്ള ആത്മഹത്യ, മാരകമായ രോഗം, പരീക്ഷാ വിജയം, മുങ്ങി മരണം, വൈദ്യുതാഘാതം, മിന്നലേറ്റ് മരണം, സംശയിക്കപ്പെടുന്ന ചില കൊലപാതകങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ മദ്യം അമിതമായ അളവിൽ കഴിച്ച് മരിച്ചവരുണ്ട്, വ്യാജമദ്യം കഴിച്ച് മരിച്ചവരുണ്ട്, ഹൃദയാഘാതം, അങ്ങനെ പല വിഷയങ്ങളിലും ഒക്കെ ഉണ്ട്. അതുപോലെ പരീക്ഷയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പോളിടെക്നിക് വിദ്യാർത്ഥി, ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ കുടുംബസമേതം സന്ദർശനം നടത്തുന്നതിനിടെ പഞ്ചമി ലോഡ്ജിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീ, അതുപോലെ തിരിച്ചറിഞ്ഞ ഒരു തടാകത്തിൽ കുളിക്കുന്നതിനിടെ വഴുതി വീണ് നീന്താൻ കഴിയാതെ മുങ്ങി മരിച്ച യുവാവ്, അതുപോലെ ഉജിറയ്ക്കടുത്തുള്ള ബില്ല റോഡിലെ 14 ഏക്കർ സ്ഥലത്ത് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. പരിഹരിക്കപ്പെടാത്ത മറ്റൊരു കേസിൽ അടുത്തുള്ള തിമറോടി പ്രദേശത്തെ സോംബ ബാലകൃഷ്ണ ഗൗഡ എന്ന വ്യക്തിയുടെ തിരോധാനം, ഒരു മരം വീണുള്ള കാറിന് പുറത്ത് ഒരു മരം വീണുള്ള 2 മരണങ്ങൾ, 2020 നവംബറിൽ ഉജിറയിലെ നീരാ ചാലുമയ്ക്ക് സമീപം ഒരു അജ്ഞാതൻ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്, 2014 മെയ് 1 ഉജിറയിലെ രാജ്ലീല റെസിഡൻസിലെ 104-ാം മുറിയിൽ ഒരു പുരുഷനും സ്ത്രീയും അതിക്രമിച്ചു കയറിയപ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നതെന്ന് പറയും. പിന്നീട് ആ സ്ത്രീയെ അർദ്ധനഗ്നിയായി കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് വാതിൽ പുറത്തു നിന്ന് പൂട്ടി ഓടി രക്ഷപ്പെട്ടത്രേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കേസുകളാണ് ഈ കാലഘട്ടത്തിനിടയിൽ ഈ ബെൽത്തങ്ങാടി, ഉജിറെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അസ്വാഭാവിക മരണമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ. അപ്പോൾ നമ്മൾ ഈ കേസ്, അതുപോലെ വേറൊരു കേസുണ്ട്. നമ്മളൊരു ഒരു ഡ്രൈവർ പറഞ്ഞൊരു കേസാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് പെട്ടെന്ന് തൻ്റെ വാഹനത്തിന് മുന്നിലൂടെ ഒരു പെൺകുട്ടി, ഒരു 17-18 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി പൂർണ്ണ നഗ്നയായി ഓടി വന്നെന്നും ആ ഓടി വന്ന പെൺകുട്ടി എവിടേക്കോ ഓടി മറഞ്ഞെന്നും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡി കണ്ടുവന്നുമാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ പെൺകുട്ടി ഓടി മറഞ്ഞ സമയത്ത് തന്നെ അവിടെ ഒരു വാഹനം കൊണ്ട് നിർത്തിയിട്ട് 3-4 പേർ അതിനകത്ത് നിന്ന് ഇറങ്ങിയെന്നും ആ പെൺകുട്ടി, അപ്പോൾ ഇയാൾ അവരോട് കാര്യം അറിയാതെ ഈ പെൺകുട്ടിയെക്കുറിച്ച്, ഇങ്ങനെ ഒരു പെൺകുട്ടി നഗ്നയായി ഓടി അവർ ആ കുട്ടിയെ രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എവിടെയൊക്കെ ഓടിയതെന്ന് പറഞ്ഞുകൊണ്ട് പോയെന്നും അവരാണിതിൻ്റെ ഈ പെൺകുട്ടിയെ ഓടിച്ചുകൊണ്ട് വന്നതെന്നും ഒക്കെയാണ് ഇദ്ദേഹവും പറയുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മളിപ്പോഴും നോക്കിയാൽ തന്നെയും ഇതൊരു വിരലിലെണ്ണാവുന്ന ചില വിഷയങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കൂടുതൽ പേർ രംഗത്ത് വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇപ്പോഴും വിരലിലെണ്ണാവുന്ന കുറച്ച് ക്രൈമുകളാണ്, അല്ലേ? ഈ ക്രൈമുകൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ക്രൈമുകളൊന്നും സംഭവിക്കുന്നില്ല എന്നല്ല, മറിച്ച് എല്ലാ സ്ഥലത്തും ഇത്തരം ക്രൈമുകൾ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് തന്നെ, നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴക്കൂട്ടം വെട്ട റോഡിലെ കൃഷിഭവന് സമീപമുള്ള അഗ്രോ ബസാറിലെ ഗോഡൌണിൽ ഒരു യുവതിയെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്രേ. അത് 2023 മറ്റോ ആണ്. അത് പിറ്റേന്ന് ഈ പ്രതിയുടെ കണ്ണ് വെട്ടിച്ച് വിവസ്ത്രയായ യുവതി, അതായത് വസ്ത്രമൊന്നും ധരിക്കാതെ തന്നെ പിന്നിലൂടെ ഓടി രക്ഷപ്പെട്ടിട്ട് സമീപവാസികളെ വിവരമറിയിച്ചു. വസ്ത്രങ്ങളില്ലാതെ ഓടിയ യുവതിക്ക് പ്രാദേശികവാസികളാണ് വസ്ത്രങ്ങൾ നൽകിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ കഴക്കൂട്ടം പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പം നോക്കൂ, ഇത്തരം ക്രൈമുകൾ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കഴക്കൂട്ടത്ത് ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴക്കൂട്ടത്തിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു ആരാധനാലയത്തെയോ മറ്റോ അതുമായി ബന്ധപ്പെടുത്താനായില്ല. അപ്പം ഈ ക്രൈമുകൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി എത്ര പേരെ കൊന്നിട്ടുണ്ട്? ഈ കേരളത്തിൽ എത്രയോ സ്ത്രീകളെ, സ്കൂൾ കുട്ടികളെ, വിദ്യാർത്ഥിനികളെ എത്രയോ നരാധമന്മാർ കടിച്ചു കയറി കൊന്നിട്ടുണ്ട്. എന്നിട്ട് വല്ല റബ്ബർ തോട്ടത്തിലോ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? എത്രയോ പേരെ ഭീകരമായി കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് കാലങ്ങൾക്ക് ശേഷം അസ്ഥി തോണ്ടിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ. കേരളവും കർണാടകയും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിയമ സംവിധാനങ്ങൾ, നീതി നിർവഹണം കുറേ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. എന്നാൽ കർണാടകയിൽ അങ്ങനെയല്ല. അവിടെ തന്നെ 2014-15 കാലത്താണ് ഈ ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത്, പോലീസ് സ്റ്റേഷൻ ഉള്ള സ്ഥലത്താണ് ഈ കേരളത്തിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് അതിനാനുപാതികമായി കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടും. എന്നാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വരുന്ന സ്ത്രീകളെ എല്ലാം കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. അത് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ആ ശുചീകരണ തൊഴിലാളി പറയുന്നതിൽ അസ്വാഭാവികതയുണ്ടോ? അത് സത്യമാണോ? അല്ലെങ്കിൽ കൂടുതൽ എന്ന് പറയേണ്ടത് അതിനെ ഈ പെരുപ്പിച്ച് പറയുകയാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘം അത് വ്യക്തമായി കണ്ടെത്തുന്നത് വരെ ഒരു ക്ഷേത്രത്തെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിനെയും ആവശ്യമില്ലാത്ത വാർത്തകളിലൂടെ അവഹേളിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു ആരാധനാലയ കേന്ദ്രത്തിൽ, ഒരു ആരാധനാലയത്തെയും അന്വേഷണം നടത്തി കുറ്റകൃത്യം സംഭവിച്ചു എന്ന് തെളിയിക്കുന്നത് വരെ പ്രതി ചേർക്കപ്പെടുന്നത് ശരിയല്ല. അത് കേരളത്തിൽ തന്നെ എത്രയോ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ധ്യാന കേന്ദ്രങ്ങളുടെ മറവിൽ, അല്ലേ, മദ്രസകളുടെ മറവിൽ
മറ്റുള്ള മഠങ്ങളുടെയൊക്കെ മറവിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ മതത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പലരും പിൽക്കാലത്ത് പറയും. അതുപോലെ തന്നെ ഒരു ആരോപണമാണ് ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു കുറേ അവ്യക്തതകളുള്ള ഒരു കേസാണ്. ഈ അവ്യക്തതകളുള്ള കേസിന് വ്യക്തത വരുത്തേണ്ടത് അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. 80 കിലോമീറ്ററിലൂടെ സഞ്ചരിച്ചാൽ മാത്രം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായും അന്യനാടുകളിൽ നിന്നുള്ള കുറ്റവാളികൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സാഹചര്യവും കൂടി അവിടെ ഉണ്ട്. കാരണം അവിടെ ഒരു വനമേഖലയും കൂടിയാണ് ആ ഭാഗം. അങ്ങനെ പല നാടുകളിൽ നിന്നുള്ള, ചിലപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്ത പലരും അവിടെ ചെന്ന് ഒളിച്ചിരിക്കും. അവിടെ ചെന്ന് ഒളിച്ചിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആ ക്ഷേത്രത്തിൽ ആരോപിക്കുന്നത് ശരിയല്ല, ക്ഷേത്ര ട്രസ്റ്റിന് ആരോപിക്കുന്നത് ശരിയല്ല. അവിടെ കാരണം 80 കിലോമീറ്റർ ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ സ്വാഭാവികമായും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കർണാടകയിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും ഒക്കെ ഒളിച്ചിരിക്കാൻ പറ്റിയൊരു പ്രദേശമാണത്. കാരണം അവിടെ പോലീസ് വരില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ കാലാകാലങ്ങളിൽ എവിടെ നിന്നൊക്കെയോ വന്നിട്ടുള്ള കുറേ ക്രിമിനലുകൾ കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ക്രിമിനലുകൾ ചിലപ്പോൾ അവരുടെ കണ്ണിലൊക്കെ അവരുടെ കയ്യിലൊക്കെ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ വന്ന് ചാടിപ്പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെയൊക്കെ നിജാവസ്ഥ, സത്യാവസ്ഥ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ സത്യാവസ്ഥ കണ്ടെത്തി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സംശയിക്കാനുള്ള അവകാശമുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവിടെ ഫ്യൂഡലിസമാണ്, അവിടെ ആ ധർമ്മസ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെല്ലാം കുറ്റക്കാരാണ്, അവർ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത്തരം പ്രമാണിമാർക്ക് എല്ലാം പൊതുവായി ഉള്ള ചില പ്രശ്നങ്ങൾ മാത്രം അവർക്കും ഉണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത്തരം ഫ്യൂഡലിസം നിലനിന്നിരുന്ന കാലത്തും ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള ചില പ്രമാണിമാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഇത്തരം പ്രമാണിമാർക്ക് സ്വാഭാവികമായി അറിയില്ല. അവരുടെ കളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് പിടിച്ചെടുക്കാൻ അവർ പലതും ചെയ്യും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ധർമ്മസ്ഥലയിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ ആ സംഭവങ്ങളെ വ്യക്തമായി അന്വേഷിച്ച് അതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ട് വരുന്നത് വരെ നമുക്ക് ഒരിക്കലും ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തെയോ ആ ക്ഷേത്ര ട്രസ്റ്റിനെയോ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരെയോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളെയും നോക്കി നടത്തുന്ന രക്ഷാധികാരികളെയോ ഒന്നും സംശയിക്കാൻ സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ കൃത്യമായ തെളിവ് തന്നെ വേണം. ആ തെളിവ് ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. സ്വാഭാവികമായും പോലീസ് സ്റ്റേഷൻ 2014-15 കാലഘട്ടം വരെ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലുള്ള ക്രിമിനലുകൾ പലയിടത്തും വന്ന് തമ്പടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഈ യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് വേണം, അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം തുറന്നു പറച്ചിലിൽ നിന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ സംശയിച്ചിട്ട് കാര്യമില്ല. എല്ലായിടത്തും ക്രൈമുകൾ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ക്രൈമുകൾ നടക്കുന്നുണ്ട്. ഈ ക്രൈമുകളുടെ എല്ലാം ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തണം. നീതിപീഠം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും വ്യക്തമായി സംശയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു സംശയം, ഈ ധർമ്മസ്ഥലയിൽ വന്ന ഈ ശുചീകരണ തൊഴിലാളി, ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി ഒരു സ്ഥലത്ത് ചെന്ന്, അദ്ദേഹം മുൻപ് കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് അസ്ഥികൂടം മാന്തി പുറത്തെടുത്ത് ഒരു തലയോട്ടി പുറത്തെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ വീഡിയോയ്ക്ക് എത്രമാത്രം വിശ്വസനീയത ഉണ്ടെന്ന് നമുക്കറിയില്ല. അത് കൃത്യമായി എന്താണെന്ന് നമുക്കറിയില്ല. അതൊരു കൃത്രിമ വീഡിയോ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ അവിടെ ഒരുപാട് പേരെ കുഴിച്ചിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ 2 നേരം സുഭിക്ഷമായി ഫുഡ് കിട്ടും, ആഹാരം കിട്ടും. എവിടെ നിന്നെങ്കിലുമൊക്കെ വരുന്ന ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ കടത്തിണ്ണയിലോ ലോഡ്ജിൻ്റെ തിണ്ണയിലോ ഒക്കെ കയറി കിടന്ന് ജീവിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ധർമ്മസ്ഥല. കാരണം ഒരു വ്യക്തിക്ക് 2 നേരമൊക്കെ ആഹാരം കഴിച്ചാലും സുഖമായി ഈ ലോകത്ത് ജീവിച്ചു പോകാം, അല്ലേ? ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, ഇവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥലം. മേൽ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത കാലത്ത് ഈ ക്രിമിനലുകൾ വന്ന് അടിയുന്നത് പോലെ ഇത്തരം അശരണരായ ആളുകളും അവിടെ വന്ന് അടിയാറുണ്ട് എന്നത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്താണ്? ആഹാരം അവിടെ 2 നേരം കിട്ടും. കുളിക്കാനും മറ്റുമുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. നേത്രാവതി പുഴ അവിടെ ഒഴുകുന്നുണ്ട്, കുളിക്കാം, വസ്ത്രം കഴുകാം. പിന്നെ മറ്റ് പ്രാഥമിക കർമ്മങ്ങൾക്ക് കാറുണ്ട്. പിന്നെ ഒന്ന് മഴയും വെയിലും കൊള്ളാതെ തലചായ്ച്ച് കിടക്കാൻ ഒരു സ്ഥലം വേണം. അതവിടെ ഏതെങ്കിലുമൊക്കെ കെട്ടിടത്തിൻ്റെയൊക്കെ തിണ്ണയിലോ വരെ ഏതെങ്കിലുമൊക്കെ ഉള്ള ഭാഗത്ത് കയറി കിടക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് മരിക്കുന്നത് വരെ ജീവിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ഈ ധർമ്മസ്ഥലം. ഞാൻ അവിടെ പോയിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, അവിടെ ചെന്ന് ആഹാരം കഴിച്ചതുകൊണ്ട് പറയുകയാണ്. ഒരു വ്യക്തിക്ക് ദിവസവും അവിടെ ചെന്നാൽ ഫുഡ് കിട്ടും. രാവിലെയും കിട്ടും, ഉച്ചയ്ക്കും കിട്ടും. വൈകുന്നേരത്തെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഈ ഒരു മന്ദാരത്തിൻ്റെ ഇലയിലാണ്, ഞാൻ മുൻപത്തെ വീട്ടിൽ പറയേണ്ട ഈ മന്ദാരത്തിൻ്റെ ഇലയിലാണ് ആഹാരം വിളമ്പുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, അനാഥരായ വ്യക്തികൾ, ഇങ്ങനെ വളരെ വലിയ ഒരു കൂട്ടം മനുഷ്യർ അവിടെ വന്നടിയും. അവിടെ തന്നെ അവരങ്ങ് സ്ഥിരതാമസമാക്കും, അവിടെ തന്നെ അവർ കിടക്കും.
പല സ്ഥലങ്ങളിലുമൊക്കെ അവരിരുന്ന് പിന്നെ ആഹാരവും കഴിച്ചുകൊണ്ട് വല്ലയിടത്തൊക്കെ വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ അനവധിയായ ആളുകൾ അവിടെ വന്ന് കൂടും. എന്നാൽ മറ്റുള്ള ചില ആരാധനാ കേന്ദ്രങ്ങളിൽ അത്തരം സൗകര്യങ്ങളില്ല. ഇപ്പോൾ ആഹാരം കിട്ടില്ല, നമ്മൾ അവിടെ ചെന്ന് ആഹാരം പൈസ കൊടുത്ത് വാങ്ങി കഴിക്കണം, അവിടെ ആരും പോകാറില്ല. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഫ്രീ ആയി ആഹാരം കിട്ടുന്നു, കുളിക്കാൻ പറ്റുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കയറി കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം മാത്രം എവിടെയെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന് ഈ അശരണരായുള്ളവർ, അനാഥരായിട്ടുള്ളവർ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, ആരുമില്ലാത്ത ഈ അഗതികളായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് കാലാകാലങ്ങളിൽ അഴിയും. ഇവരിൽ പലരും തന്നെ നല്ല പ്രായമായവരുമായിരിക്കാം. ഇവരിൽ പലരും അവിടെ കിടന്ന് തന്നെ ചിലപ്പോൾ മരിച്ചു പോവുകയും ചെയ്യും. ചിലർ ചോദിച്ചു, ഈ ആളുകളെല്ലാം കൂടി മരിക്കാൻ വേണ്ടി ധർമ്മസ്ഥലയിൽ വരുന്നു എന്ന് പറയുന്നത് എത്ര ഇത് ഈ ശുചീകരണ തൊഴിലാളികൾക്ക് ഇത്രയും കുഴിച്ചിടാൻ മാത്രം ഈ ആളുകളെല്ലാം ധർമ്മസ്ഥലയിൽ വന്ന് മരിക്കാൻ അവിടെ വരുന്നോ എന്ന് ചോദിക്കാം. ധർമ്മസ്ഥലയിൽ ആളുകൾ വന്ന് അവിടെ കിടക്കുന്നതിൻ്റെ കാര്യം തന്നെ അവർക്ക് ആവശ്യമുള്ളത്, ജീവിച്ചു പോകാൻ ആവശ്യമുള്ളതെല്ലാം അവിടെ കിട്ടുന്നു എന്നതുകൊണ്ടാണ്. ഒരു ക്ഷേത്രത്തിൽ ദിവസവും 2 നേരം ആഹാരം കിട്ടുന്നെങ്കിൽ കുറേ ആളുകൾ അവിടെ വന്ന് ചുറ്റിനുമൊക്കെ കിടക്കും. അപ്പോൾ അങ്ങനെ വന്ന് കിടക്കുന്ന കുറേ വയസ്സായ ആളുകളിൽ ചിലരൊക്കെ മരിച്ചു പോകും. അവിടെ കിടന്ന് തന്നെ മരിച്ചു പോകും. സ്വാഭാവികമായും അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത് ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ഒരു തലവേദനയാകും. ഈ തലവേദനയാകുമ്പോൾ അവർ എന്ത് ചെയ്യും? ആരും ഉറ്റവരും ഉടയവരും ഇല്ലെന്ന് തോന്നുന്ന പലരും അവിടെ മരിച്ചു കിടക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? അന്നത്തെ കാലത്ത് ഈ ശുചീകരണ തൊഴിലാളികൾ പറയും, നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് കാട്ടിക്കൊണ്ട് കുഴിച്ചിടാൻ പറയും, അല്ലേ? ഇത് തന്നെയാണ് അന്ന് അവിടെ സംഭവിച്ചത്. നമ്മൾ കേരളത്തിലാണെങ്കിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് മരിച്ചാൽ, ഒരു യാചകനോ അല്ലെങ്കിൽ ഒരു അഗതിയോ ഏതെങ്കിലും കടത്തിണ്ണയിൽ കിടന്ന് മരിച്ചാൽ കുറേ ദിവസമൊക്കെ മോർച്ചറിയിൽ സൂക്ഷിച്ച് അന്വേഷണം നടത്തി, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഒക്കെ ചെയ്തിട്ടും അനാഥ മൃതദേഹമെന്ന് തോന്നി ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, 80 കിലോമീറ്ററിന് അപ്പുറത്ത് മാത്രം ഒരു പോലീസ് സ്റ്റേഷനുള്ള ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജോലിക്കാർ എളുപ്പത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരെ തിരക്കിയോട് ആരും വരാറുമില്ല എന്ന് ഇവർക്ക് തോന്നിയിട്ടുള്ള അത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരെ ഈ കാടുകളിലും മറ്റുമൊക്കെ മറവ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോഴും വെട്ടിത്തോണ്ടി ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട്. ഇനി എത്ര പെൺകുട്ടികളെ അവിടെ കൊന്നു, എത്ര സ്ത്രീകളെ അവിടെ കൊന്നു എന്നൊക്കെ അറിയണമെങ്കിൽ അവർക്ക് ബന്ധുക്കളുണ്ടായിരിക്കണം. അവർക്ക് ആ മിസ്സിംഗ് കേസുകൾ കൃത്യമായി അന്വേഷിക്കാനുള്ള സാഹചര്യത്തിൽ ആ ബന്ധുക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. അങ്ങനെ വരാത്തിടത്തോളം കാലം നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ മാത്രമേ പലതിനെയും നിർത്താൻ സാധിക്കൂ. അന്വേഷണം വരട്ടെ, വസ്തുനിഷ്ഠമായ അന്വേഷണം സംഭവിക്കട്ടെ.